കുറേ ദിവസമായിട്ട് രാവിലെ ലേറ്റ് ആകുന്നുണ്ടും രാത്രി സാധനം വാങ്ങി വെക്കാത്തതുകൊണ്ടും ബ്രേക്ക്ഫാസ്റ്റ് മുടങ്ങിലായിരുന്നു. അപ്പം ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് സെറ്റ് ചെയ്യണം. അതായത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇതാട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ശരിക്കും ബ്രേക്ക്ഫാസ്റ്റ്. 2-3 ദിവസമായിട്ട് ഇത് മുടങ്ങിയിട്ടിരുന്നുള്ളത്. ഇന്ന് തർത്തിയായി. മെട്രോ സ്റ്റേഷനിൽ കൊണ്ട് വെച്ചു, നേരെ താഴേക്ക്. ടൈം നോക്കിയാണ് കേട്ടോ, ലേറ്റ് ആയിട്ടില്ല. പിന്നെ അൽഹംദുലില്ലാ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് സെറ്റപ്പ് ചെയ്യാൻ പറ്റി. അത് വലിയ ആക്കാണ്. അടിപൊളി. അങ്ങനെ മെട്രോന്ന് നേരെ ട്രാമിലേക്ക്. ട്രാമിന്ന് ഇതാ നമ്മുടെ സ്റ്റേഷനെത്തി ഇറങ്ങി നേരെ പോകുമ്പോൾ കഴിച്ച് തരും കേട്ടോ. വീണ്ടും ഒരു ദിവസം അങ്ങനെ ട്രാമൊക്കെ ഇറങ്ങി ഡ്യൂട്ടിയിലേക്ക് ഇതാ അങ്ങനെ നടന്നു പോവാണ്. സൗണ്ട് നോക്കി മാഷാ അല്ലാഹ്, ഒരു വൈബുണ്ടല്ലോ. നാട്ടിലൊക്കെ ഒരു വയലിറങ്ങിയതിൻ്റെ തൊട്ട് എന്താ നാട്ടിലിങ്ങനെ ഉണ്ടാവും രാവിലെയൊക്കെ വയലിറങ്ങിയത്. ആ ഒരു ഫീൽ കേട്ടോ. നനഞ്ഞ് കിടക്കണ ഒരു ഏരിയയും, കാരണം കോട മഞ്ഞുള്ളതുകൊണ്ട് നല്ലൊരു ആംബിയൻസ്. പണിയിലെത്തി ഈ സുഖമൊന്നും ഉണ്ടായില്ല. രസം. ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ട് കാണാം കേട്ടോ. ആവേശം കൊള്ളാലും. അങ്ങനെ ഇന്നത്തെ ഡ്യൂട്ടിയും കഴിഞ്ഞിതാ ഇറങ്ങി. ഇതിലേക്ക് രാവിലെ പോകുന്നു, തിരിച്ച് ഡ്യൂട്ടിയിൽ നിന്ന് ഇറങ്ങുന്നതാണല്ലോ. ഡ്യൂട്ടിയും കിടക്കുന്ന വീഡിയോ എടുക്കാനായില്ല അല്ലേ, പണിയങ്ങ് പോകില്ലേ അവസ്ഥ. ഇത് ശാന്തമായ ക്ലൈമറ്റ്, ആകാശമൊക്കെ നല്ല അടിപൊളിയുണ്ട് കാണാനിന്ന്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ബുധനാഴ്ചക്കാണ്, എന്നാലും എന്തായിട്ടുണ്ട് പ്രോഗ്രാമുണ്ട്. മുസൈദിലാണ് പ്രോഗ്രാം. ഒരു ഷോപ്പിൻ്റെ ഇനാഗുറേഷനാണ്. അപ്പോൾ അതാണ് ഇന്നത്തെ പരിപാടി. തോട്ടം ഭയങ്കര ഓട്ടാട്ടോ ഗൈസ്. മിക്ക ദിവസങ്ങളിലും എൻ്റെ പണി ഈ ഓട്ടാണ്. ഒരു 5 മിനിറ്റ് വൈകിയാൽ ഫസ്റ്റ് വണ്ടി പോകും. ഓടി വെക്കാം, കിട്ടുമോ നോക്കാം. ഇന്ന് പിന്നെ എവിടെയെങ്കിലും കുറച്ച് സമയം ഇടങ്ങാറായാൽ പിന്നെ മൊത്തം കുളവും. കാരണം പരിപാടി ചെയ്തെടുത്താൽ ഇവിടുന്ന് കുറച്ച് ഓടാനുണ്ട്. അതുകൊണ്ട് നേരെ റൂമിലേക്ക് ഫ്രഷ് ആയിട്ട് ഇറങ്ങണം. അടയ്ക്കല്ലേ ഞാൻ നിറഞ്ഞി. അപ്പം നമ്മൾ നേരെ റൂമിലേക്ക് പോകട്ടോ. പരിപാടി അതുകൊണ്ടാണ് അല്ല ഇങ്ങനെ മജ്നൂനാവാതെ പ്രണയമുണ്ടോ, നീവാതിൽ പാടെ തുറന്നോരുണ്ടോ, മായാത്ത മരുഭൂവിൽ മഴയായി പെയ്യുന്ന, മായാത്ത മരുഭൂവിൽ മഴയായി പെയ്യുന്ന. അങ്ങനെ നമ്മൾ റൂമിലേക്ക് എത്തി. വേഗം ഫ്രഷ് ആവണം. എന്നിട്ടുണ്ടൊരു പരിപാടി, നമ്മുടെ പരിപാടി. നല്ല വിശപ്പുണ്ട് ഗൈസ്. റൂമിൽ വന്നാൽ ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്താ അറിയാമോ? ഒന്നാമത് നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞ് നല്ല വിശന്നിട്ടില്ല വരിക. ഈ ഒരു സാധനം എൻ്റെ മോനെ മാഷാല്ലാ മൊത്ത് മീമോന് റൂമിലുണ്ടെങ്കിൽ വൈകുന്നേരം വരുമ്പോഴത്തേക്കും ഇങ്ങനത്തെ എന്ത് ഉണ്ടാക്കി വെക്കും. അത് ഭയങ്കര റാഹയാണ്. അതിലും വലിയ റാഹ വേറെ ഒന്നുമില്ല. പണി കഴിഞ്ഞ് വന്നിട്ട് അത് കഴിക്കുന്ന ഒരു സുഖമുണ്ടോ മാനെ. മൊത്താനാണ് മൊത്താന. ഇവനാണ് നമ്മുടെ മജ്ബൂസിന്റെ ആള്. എല്ലാം ഇവിടെ ഉണ്ടാക്കി ചെയ്യാം. തൈര് അടക്കതാണ്ട, സെലാഡ് അടക്കം സെല്ലാജിൽ വെച്ചിട്ട് നമ്മൾ കഴിച്ചാൽ മതി എന്നുള്ള നീയത്തിന് മാത്രം. ഇങ്ങനെ നന്മ വരാല്ലേ. നല്ല അടി അടിക്കുക. അങ്ങനെയുണ്ട്. സൂപ്പറല്ലേ?
എല്ലാം പണിയും കഴിഞ്ഞ് വന്ന് കുത്തിന് തിന്നാട്ടോ. ഒരു പുരയെല്ലാം കയറി ചെന്നുണ്ടായിരുന്നു നമുക്ക്. അമ്മ രണ്ടായി തരുന്നു അതുപോലെ മാഷാ ഒരു രക്ഷ കേട്ടോ. മജ്ബൂസ് മജ്ബൂസിലെ നിങ്ങൾക്ക് മാറുന്നു പറഞ്ഞിട്ട് കാര്യമില്ല. അത് നമുക്കാവില്ല. നമ്മളൊരു മൂന്നാൾ അല്ലേ ഒന്ന് ആയാക്കണം മജ്ബൂസ് നമ്മൾ ഉണ്ടാക്കാം. ആകുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവും. കുറേ ഉണ്ടാക്കാൻ പറഞ്ഞാൽ കയ്യിൽ നിന്ന് പോകും. അപ്പം ഇത്രയും സാധനങ്ങൾ എടുത്തിട്ട് വേണം പരിപാടിക്ക് ഇറങ്ങാൻ. എല്ലാം സെറ്റപ്പ് ആകട്ടെ. അറിയാം നമ്മളെ ചിക്കൻ വന്നിട്ട് നമ്മളെ കൂട്ടാൻ കേസ് ഇതെല്ലാം ഇതിൽ ലോഡ് ചെയ്യണം. പിടിച്ചാലും അങ്ങനെ ഫൈനലി നമ്മളിതാ നമ്മുടെ ലൊക്കേഷനിലേക്ക് ഏകദേശം എത്തണം കേട്ടോ. ഇവിടെ ഇതാണ് നമ്മുടെ ഷോപ്പ്. അപ്പോൾ ഈ ഏരിയയിലായിട്ട് നമ്മുടെ പരിപാടി വരുന്ന ചാടും കാര്യങ്ങളുണ്ട്. സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. മധുവർണ്ണില്ലാത്ത മുട്ടിപ്പാട്ടുണ്ട്. ഇല്ല മധുവർണ്ണ പാടാൻ പ്രശ്നമാണ്. മധുവർണ്ണ പാടിയ പ്രശ്നം. മധുവർണ്ണ പൂവല്ലേ നറുനിലാ പൂമോളല്ലേ മധുര പാതീരയിൽ ലഗി മാറിയുന്നോളെ ലഗി മാറിയുന്നോളെ ലഗി മാറിയുന്നോളെ ലഗി മാറിയുന്നോളെ ആരാരും മനസ്സിൽ ഒരിക്കലും മറക്കുവാൻ അവന്റെ വിധമുള്ളതായ എല്ലാം അകത്തരങ്ങളെല്ലാം കൊണ്ടിക്കെട്ടിക്കൊണ്ടിരുന്ന അകത്തമിഴ കല്യാണം സൂര്യപാതിയുടയിൽ അതിരുകളിലെ ഒന്നുമില്ല അപ്പോൾ ഈ ഒരു ഷോപ്പിലാട്ടോ നമ്മുടെ പരിപാടി അവതരിപ്പിച്ച് ആളും കൂട്ടുപാർപ്പാടെല്ലാം ആൾക്കാരെല്ലാം പോയി. ഇനി നല്ല തിരിച്ച് റൂമിൽ പോവുക. അതിൻ്റെ മുന്നേ ഭക്ഷണം കഴിക്കുക എന്നിട്ട് പിരിയുക. മിസ് ചെയ്തില്ല ജബൽ ആൻഡ് ടീ. എന്ത് ടീ? ജബൽ ആൻഡ് ടീ. ആ അടിപൊളി കൊള്ളാലോ. പരിപാടി കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ ഇറങ്ങി കേട്ടോ. ഇരുത്താനല്ലോ ഇടാൻ ഒന്നും കിട്ടിയില്ല. പരിപാടി കഴിഞ്ഞ് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അവരേക്ക് അവരെന്തോ കല്ലറക്കിയതാണ്. എന്തടിയാണല്ലോ അടിക്കുന്നത്. ചായ എന്തെല്ലാം ഒരുപാട് ചായ ഒരു ചായയില് ജിഞ്ചർ ലെമണ് വേറെന്താ നിഞ്ചു അതിനുണ്ടോ പോരേന്ന് വെറും ചൂടുള്ളോ കിട്ടിയാ കുടിക്കുന്ന മനസ്സിലായി. അടിപൊളി മാഷാ നല്ല അടിപൊളി ഫുഡ് കേട്ടോ. ഇതിന്റെ പേരെന്തേലും പറഞ്ഞേ? വല്ലാത്തൊരു പേരാട്ടോ. ആദ്യം പറയില്ല ആ പേര് തന്നെ എന്തോ എന്റെ പേര്. സൂപ്പറായിട്ട് കഴിച്ചെന്തായാലും എല്ലാം പാഹയിട്ടുണ്ട്. അപ്പം പരിപാടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതാ റൂമിലേക്ക് നടക്കുകയാണ്. അപ്പം ബുധനാഴ്ചയായിട്ടുള്ള ഈ മുട്ടിപ്പാട്ട് ഇതെല്ലാം കഴിഞ്ഞ് എനിക്ക് കിടന്ന് ഉറങ്ങണം. അതുപോലെ സുബൈക്ക് എണീച്ച് പണിക്ക് പോകണം. അപ്പോൾ ഇൻഷാ അല്ലാ ബൈ.